ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് വണ്ണം കൂടുതലാണെന്ന് കരുതി നമ്മൾ പല സ്ത്രീകളും നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ മടി കാണിക്കുന്നവരാണ്. ശരിയല്ലേ? എന്നാൽ സത്യം എന്താണെന്നറിയാവോ? നമ്മൾ ശരിയായിട്ടുള്ള മോഡൽ തിരഞ്ഞെടുക്കാത്തതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വണ്ണം കൂടുതലുള്ളവർക്ക് ഏറ്റവും ഭംഗിയായി ചേരുന്ന കുറച്ച് കുർത്തി മോഡലുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുർത്തി മോഡൽസ് ഏതാണെന്നും കളറുകൾ ഏതാണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കുർത്തി എന്ന് പറഞ്ഞാൽ പ്രിൻസസ് കട്ട് കുർത്തിയാണ്. അതായത് വണ്ണം കൂടുതലുള്ളവർക്ക് വണ്ണം കുറവ് തോന്നിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രിൻസസ് കട്ട് കുർത്തി. അപ്പോൾ ഈ കുർത്തി ധരിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നീളം കൂടുതൽ തോന്നിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആ വേസ്റ്റിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ വേസ്റ്റിൻ്റെ ഭാഗത്തിന് നല്ല ഷേപ്പ് തോന്നിക്കാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ പൊതുവേ ഒരു സ്ലിമ്മായിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു പ്രിൻസസ് കട്ട് കുർത്തിക്ക് സഹായിക്കും. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് പ്രിൻസസ് കട്ട് കുർത്തിയാണ്. ഇനി രണ്ടാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഏലൈൻ കുർത്തിയാണ് കേട്ടോ. ഏലൈൻ കുർത്തിയുടെ മെയിനായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഭാഗം ഹൈലൈറ്റ് ചെയ്യാതിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്ലിറ്റഡ് കുർത്തി ധരിച്ച് നോക്കി, ഹിപ്പിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമുക്കത് കംഫർട്ടബിളായിട്ട് ധരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ലൈൻ കുർത്തിക്ക് ആ ഒരു കുഴപ്പമില്ല. അതെന്ത് ചെയ്യും, ആ ഭാഗത്ത് ടൈറ്റ്നെസ് ഇല്ല, ലൂസായിരിക്കും. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ധരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് തോന്നിക്കുകയും ചെയ്യും. ഹൈറ്റ് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ണം കുറവായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ള കാരണമാണ്. നിങ്ങൾ ഡെയിലി വെയറോ അല്ലെങ്കിൽ ഓഫീസ് വെയറോ ഫങ്ഷൻ വെയറോ ഒക്കെ ആയിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പാനൽ കുർത്തിയാണ്. വെർട്ടിക്കൽ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ താഴേക്ക് പോകുന്ന പാനൽ ഡിസൈനുള്ള കുർത്തിയില്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു ബ്ലാക്കിൽ വെള്ള കളറുള്ള ലൈൻസ് ആണെങ്കിലും അത് വെർട്ടിക്കലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വണ്ണം കുറവായിട്ട് തോന്നിക്കും, നീളം കൂടുതലായിട്ട് തോന്നിക്കും. നമ്മുടെ ശരീരത്തിന് ഉള്ള നീളത്തേക്കാളും കൂടുതലായിട്ട് തോന്നിക്കും. അപ്പോൾ നീളം കൂടുതൽ തോന്നിക്കുമ്പോൾ വണ്ണം സ്വാഭാവികമായിട്ടും കുറവായിട്ട് തോന്നിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വെർട്ടിക്കൽ പാനലുള്ള കുർത്തിയും വെർട്ടിക്കൽ ലൈൻസ് ഉള്ള കുർത്തിയും സെലക്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ 3 കുർത്തിയുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ കളറുകൾ നമുക്കൊന്ന് നോക്കാം. കളറെന്ന് പറയുമ്പോൾ നമ്മൾ ഡാർക്ക് കളറ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേവി ബ്ലൂ കളറ്, അതുപോലെ ബോട്ടിൽ ഗ്രീൻ കളറൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക്, ഡാർക്ക് മെറൂൺ കളറ്, അങ്ങനെയുള്ള കളറുകളൊക്കെ നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമുക്കുള്ള വണ്ണത്തേക്കാളും കുറച്ച് തോന്നിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോൾ നെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും വണ്ണമുള്ള ആൾക്കാർ ഒരു വി നെക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വണ്ണം കുറവായിട്ട് തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നെക്കാണ് വി നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നെക്കുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രിൻ്റുകളുള്ള തുണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. വലിയ വലിയ ഫ്ലോറൽ പ്രിൻ്റുകളും കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളൊക്കെയുള്ള തുണികൾ. അപ്പോൾ നിങ്ങൾ ഏത് തന്നെ എടുത്താലും ചെറിയ പ്രിൻ്റുകളുള്ള തുണികൾ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചെറിയ പ്രിൻ്റുള്ള തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വണ്ണം ഉള്ളവരാണെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാതിരിക്കാൻ സഹായിക്കും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഗ്യാതറിങ്സ് ഉള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ട്രെൻഡാണല്ലോ ഫ്രണ്ടിൽ ബാക്കിൽ അതുപോലെ തന്നെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ വന്നിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഉള്ള വണ്ണത്തേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വലിയ പ്രിൻ്റുള്ള തുണി എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ വലിയ പ്രിൻ്റുള്ള തുണി നമുക്ക് വണ്ണം കൂടുതലായി തോന്നിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രിൻ്റുള്ള തുണികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പിന്നെ നമ്മൾ
നല്ല ബോഡി ഫിറ്റായിട്ടൊക്കെ ചുരിദാറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കറക്റ്റ് ബോഡി ഫിറ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുക. ഒരുപാട് ബോഡി ഫിറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കുക. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഇത് എടുത്തു കാണിക്കാനേ സഹായിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ഷോർട്ട് കുർത്തികളും കുറച്ചുകൂടെ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാനാണ് സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇവയൊക്കെ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഡ്രസ് പാറ്റേൺസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള വണ്ണത്തേക്കാൾ കുറച്ചുകൂടെ വണ്ണം കുറവാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. ഇപ്പോൾ വണ്ണമുള്ളത് ഒരു കുറവായിട്ടല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ബോഡിക്ക് അനുസൃതമായിട്ടുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് ഏതൊക്കെ മോഡലുകളാണ്, ഏതൊക്കെ നിറങ്ങളാണ്, ഏതൊക്കെ പാറ്റേണുകളാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.